പാത്ത് ടൂളിന്റെ സഹായത്തോടു കൂടി ഒരു ചിത്രത്തെ നമുക്ക് എങ്ങനെ ജിംബിലേക്ക് ഉൾപ്പെടുത്താമെന്ന് നോക്കാം. അതിനായി ചിത്രം തുറക്കുക. ചിത്രം തുറക്കുന്നു. ഇപ്പോൾ ആ കുട്ടിയുടെ ചിത്രം മാത്രം നമുക്ക് അതിലേക്ക് കൊണ്ടുവന്ന് ചേർക്കാം. അതിനായി പാത്ത് ടൂൾ സെലക്ട് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് മൗസ് ക്ലിക്ക് വിടാതെ ഇപ്രകാരം നോഡുകൾ വളയ്ക്കാം. തുടങ്ങിയ പോയിന്റിൽ കീബോർഡിലെ കൺട്രോൾ കീ അമർത്തി പിടിച്ച് ക്ലിക്ക് ചെയ്ത് സെലക്ഷൻ പൂർത്തിയാക്കുക. സെലക്ട് മെനുവിലെ ഫ്രം പാത്ത് ഓപ്ഷൻ സെലക്ട് ചെയ്ത് പാത്ത് സെലക്ട് ചെയ്യുക. കീബോർഡിലെ എന്റർ കീ അമർത്തിയാലും മതിയാവും. അതിനുശേഷം എഡിറ്റ് കോപ്പി ചെയ്യാം. ചിത്രം ക്ലോസ് ചെയ്യുന്നു. ചേഞ്ച് ഡിസ്കാർഡ് ചെയ്യുന്നു. പുതിയ ലെയർ ചേർക്കുക. ചിത്രം പേസ്റ്റ് ചെയ്യുക. ആ ചിത്രം അതിലേക്ക് വന്നിട്ടുണ്ട്. ആ ചിത്രത്തെയും നമുക്ക് ആങ്കർ ചെയ്താൽ ലെയർ അവിടെ ഉറയ്ക്കുന്നു. ആ ലെയറിനെ മറ്റ് ലെയറുകളുടെ താഴെയാക്കി ക്രമീകരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചിത്രമാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ നമുക്ക് അതിനെ ക്രമീകരിക്കാം. അടുത്ത പ്രവർത്തനം നമുക്ക് ഇപ്രകാരം നമ്മൾ പരിചയപ്പെട്ട ടൂളുകളുടെ സാധ്യതകൾ ഉപയോഗിച്ച് നമുക്ക് വ്യത്യസ്ത കൊളാഷ് തയ്യാറാക്കാം. ടൂളുകളിലെ നിരവധി സങ്കേതങ്ങൾ നമ്മൾ ഇതുവരെയായി പരിചയപ്പെട്ടു. കൂടുതൽ ടൂളുകൾ നമുക്ക് കൂടുതലായി പ്രവർത്തനങ്ങൾ ചെയ്ത ശേഷം ജിബിനെ കൂടുതലായി പരിചയപ്പെടുക. ചിത്രത്തിനെ സേവ് ചെയ്യാൻ ഫയൽ സേവ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോൾഡറിനുള്ളിൽ സ്റ്റുഡൻസ് വർക്ക് 9 എന്ന ഫോൾഡറിനുള്ളിൽ സ്വന്തം ഫോൾഡർ തയ്യാറാക്കി അതിനുള്ളിലേക്ക് സേവ് ചെയ്യുക. ചിത്രത്തെ XCF ഫോർമാറ്റിലാണ് ഇപ്പോൾ സേവ് ചെയ്തിരിക്കുന്നത്. അതിനെ ഒരു PNG ചിത്രമാക്കി മാറ്റാനും സംവിധാനമുണ്ട്. ഫയൽ എക്സ്പോർട്ട് ആസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ PNG ചിത്രമായിരിക്കും വരുന്നത്. ചിത്രത്തിന് പേര് നൽകി എക്സ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അതൊരു PNG ചിത്രമായിട്ട് സേവ് ചെയ്യുന്നത്
നമുക്ക് കാണാം.